കെ സുധാകരൻ കെ സി വേണുഗോപാലിന് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ചതോടെ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള ഈ കോൺഗ്രസിലെ ചർച്ചകളിൽ വീണ്ടും സജീവമായി. ചടുലമായ പ്രവർത്തനം അനിവാര്യമായതിനാൽ കെ സി വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കണമെന്നാണ് AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയോട് കെ സുധാകരൻ ആവശ്യപ്പെട്ടത്. കെ സുധാകരന്റെ നിലപാടിൽ ഇന്ന് കൂടുതൽ നേതാക്കളുടെ പ്രതികരണങ്ങൾ ഉണ്ടായേക്കും. കെ സുധാകരൻ കെ സി പക്ഷത്തേക്ക് നീങ്ങുന്നുവെന്ന് ആഴ്ചകൾക്ക് മുമ്പേ 24 വാർത്ത പുറത്തുവിട്ടിരുന്നു. ശ്രീത്തും ദീപക് ധർമ്മടവും ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നു. ആദ്യം ശ്രീത്തിലേക്ക് പോകുന്നു. ശ്രീത്ത്, യഥാർത്ഥത്തിൽ ഈ കെ സുധാകരന്റെ പ്രശ്നം എന്താണ്? ഒരു ചർച്ച ഉണ്ടായി, ചർച്ച കഴിഞ്ഞു, ചർച്ചയ്ക്ക് ശേഷം അതിൽ സമവായത്തിലേക്ക് എത്തി, ഇനി പരസ്യ പ്രതികരണങ്ങൾ വേണ്ട എന്ന് പറയുമ്പോൾ വീണ്ടും അത് സജീവമാക്കാൻ കെ സുധാകരൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ കെ സുധാകരന് ഒരു കൃത്യമായ താല്പര്യമുണ്ട്, ലക്ഷ്യമുണ്ട്. ശ്രീത്, ഗുഡ് മോർണിംഗ്. ഹാഷ്മി, ക്രിസ്റ്റീന, ഗുഡ് മോർണിംഗ്. കെ സുധാകരന് വ്യക്തമായ ലക്ഷ്യമുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. എന്നാൽ ആ ലക്ഷ്യം എന്ന് പറയുന്നത് VD സതീശനോ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയോ മുഖ്യമന്ത്രിയാകാതിരിക്കുക എന്നത് തന്നെയാണ്. അതിന് കാരണമായി അദ്ദേഹം അടക്കമുള്ള ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇടപെടൽ നടത്തുകയും കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ ആകെ തന്നെ മുന്നോട്ട് നയിക്കുകയും ചെയ്ത ആളെന്ന നിലയിൽ കെ സി വേണുഗോപാലിന് ഈ സ്ഥാനത്തേക്ക് വരാൻ അർഹതയുണ്ട്, അതൊരു സ്വാഭാവികമായ അർഹതയാണ് എന്ന കാര്യമാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രമല്ല, നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരുന്നതിന് മുന്നോടിയായി കോൺഗ്രസിൽ സംഭവിക്കുന്ന ശാക്തിക ബലാബലത്തിലെ മാറ്റങ്ങളും ഈ കെ സുധാകരൻ്റെ ഈ നിലപാട് പ്രഖ്യാപനത്തിൻ്റെ പിന്നിലുണ്ട് എന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. ഇവിടെ കെ സുധാകരൻ അടക്കമുള്ള ആളുകൾ നേരത്തെ രമേശ് ചെന്നിത്തലയുടെ പേരാണ് മുന്നോട്ട് വെച്ചത്. അദ്ദേഹം തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ ഘട്ടത്തിൽ പലവട്ടം അത് മാധ്യമങ്ങളോട് പറയുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് അദ്ദേഹം ആ നിലപാട് മാറ്റുമ്പോൾ അത് യാദൃച്ഛികമായി സംഭവിക്കുന്നതല്ല, മറിച്ച് കോൺഗ്രസിലെ നേതൃതലത്തിൽ തന്നെ ഉണ്ടായിരിക്കുന്ന ശാക്തിക ബലാബലത്തിലേക്ക്, ശാക്തിക ചേരികളിലുണ്ടായിരിക്കുന്ന മാറ്റത്തിൻ്റെ സൂചനയാണ്. നിയമസഭാ കക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കുന്നത് തീർച്ചയായും ജയിച്ചു വരുന്ന MLA-മാരുടെ യോഗമാണ്. അതാണ് കോൺഗ്രസിലെ പതിവ്. എന്നാൽ ആ കാര്യത്തിൽ അത് മാത്രമല്ല, കോൺഗ്രസിന് ഹൈക്കമാൻഡിന് കൂടി ഒരു സേ ഉണ്ടാകും. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം പരിഗണിച്ച് വരുമ്പോൾ ഈ പ്രധാനപ്പെട്ട നേതാക്കളുടെ അഭിപ്രായങ്ങൾ കൂടി കണക്കിലെടുക്കും എന്നതുകൊണ്ടാണ് ഹൈക്കമാൻഡിന് മുന്നിലേക്ക് ഈ നിലപാട് എത്തിച്ചിരിക്കുന്നത്. അതായത് കെ സി വേണുഗോപാലിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കണം എന്ന ആവശ്യം മല്ലികാർജ്ജുൻ ഖാർഗെയോട് ഇന്നലെ പാർലമെന്റ് ഹൗസിൽ വെച്ച് കെ സുധാകരൻ പറയുമ്പോൾ ആ ആവശ്യം ഹൈക്കമാൻഡിന് മുന്നിലേക്ക് കൂടി ചെല്ലുക എന്നതാണ് അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുവരെ VD സതീശനോ രമേശ് ചെന്നിത്തലയോ എന്ന കേരളത്തിൽ നിന്ന് മത്സരിച്ച് വരുന്ന നേതാക്കൾ മാത്രമല്ല, മറ്റൊരു പ്രധാന പേര് കൂടി ഹൈക്കമാൻഡിൻ്റെ മുന്നിലേക്ക് എത്തിക്കാൻ കെ സുധാകരൻ ഒരു കാരണമായിരിക്കുന്നു, നിദാനമായിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ അത് യാദൃച്ഛികമല്ല, അത് കോൺഗ്രസ് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളുടെ സ്വാഭാവികമായ ഒരു പരിണതിയാണ് എന്ന നിലയ്ക്കാണ് കാണേണ്ടത്. ഓക്കെ, ഇനി കോഴിക്കോട് നിന്ന് ദീപക് ധർമ്മടം കൂടി ചേരുകയാണ്. ദീപക്, വെരി ഗുഡ് മോർണിംഗ്. ഈ കെ സി പക്ഷത്തിലേക്കെന്ന വാർത്ത ബ്രേക്ക് ചെയ്തത് 24 ആണ്. അപ്പോൾ ഇപ്പോൾ ആ കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടാവുകയല്ലേ? ഒരു കൺഫ്യൂഷൻ ഒന്നുമില്ല, അത് അങ്ങനെ തന്നെയാണ്. ആകെ സംശയം കെ സുധാകരൻ എന്തിനാണ് ഇതിങ്ങനെ സജീവമാക്കി നിർത്തുന്നതിന് പിന്നിലെ ലക്ഷ്യമെന്ത് എന്നതേ ഉള്ളൂ. ദീപക്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഹാഷ്മി, ക്രിസ്റ്റീന. 24 നമ്മൾ ഈ വാർത്ത പുറത്തുവിടുന്നത് 2 ആഴ്ച മുന്നാണ്. കൃത്യം പറഞ്ഞാൽ 2 ആഴ്ച മുമ്പാണ് നമ്മളൊരു മോർണിംഗ് ഷോയിൽ SKN ഷോയിലാണ് ഈ വാർത്ത ഞാൻ ബ്രേക്ക് ചെയ്യുന്നത്. അന്ന് യഥാർത്ഥത്തിൽ കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ എന്നെ വിളിച്ചിരുന്നു. ഈ പറയുന്ന മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുമെന്ന് പറയുന്ന നേതാക്കൾ ഉൾപ്പെടെ അന്ന് വിളിച്ച് എന്നെ കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചത് കെ സുധാകരൻ നിലപാട് മാറ്റിയിട്ടില്ല എന്നുള്ളതായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട നേതാക്കൾ പോലും പറഞ്ഞത് കെ സുധാകരൻ ഒരു വാർത്താ സമ്മേളനം നടത്തി കെ സിക്കെതിരെ പറയാൻ തയ്യാറാണ് എന്നുള്ളതുൾപ്പെടെയായിരുന്നു. പക്ഷേ എന്നാൽ നമുക്ക് കൃത്യമായ വിവരമുണ്ടായിരുന്നു കെ സിക്കൊപ്പം കെ സിയുമായി ചർച്ച നടത്തിയതും കെ സിക്കൊപ്പം നിലപാട് എടുത്തുകൊണ്ട് കെ സിയെ മുഖ്യമന്ത്രിയാക്കുക എന്നതാണ് KSൻ്റെ നിലപാട് എന്നുള്ളതും. അതിൻ്റെ ഒടുവിലാണ്, ഏറ്റവും ഒടുവിൽ മെനയാന്നാണ് നമ്മൾ ഈ മല്ലികാർജ്ജുന ഖാർഗെയെ കണ്ട് കെ സിക്ക് വേണ്ടി ആവശ്യം ഉന്നയിക്കും എന്നുള്ളത്. അങ്ങനെ ഇന്നലെയാണ് മല്ലികാർജ്ജുന ഖാർഗെയെ കാണുന്നത്. ഇതെല്ലാം തന്നെ ഒരു തുടർച്ചയാണ് എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. അതായത് നേരത്തെ ശക്തമായി കെ സി വിരുദ്ധ നിലപാടെടുത്തിരുന്ന കെ സുധാകരൻ്റെ ഈ നിലപാട് മാറ്റമെല്ലാം ഉണ്ടാകുന്നത് MLA ടിക്കറ്റ് നിഷേധിച്ചതിന് ശേഷമാണ്. MLA ടിക്കറ്റ് നിഷേധിച്ചതിന് പുറകിൽ കെ സി അല്ല എന്ന തിരിച്ചറിവ് കെ സുധാകരൻ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കെ സുധാകരൻ ക്യാമ്പുമായി സംസാരിക്കുമ്പോഴും കെ സി ക്യാമ്പുമായി സംസാരിക്കുമ്പോഴും വളരെ കൃത്യമായി വ്യക്തമാകുന്നത് കെ സുധാകരൻ മത്സരിക്കുന്നതിനെ കെ സി വേണുഗോപാൽ എതിർത്തിരുന്നില്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ ആ വിഷയമായിരിക്കാം വൈകാരികമായി കെ സുധാകരനെ ഉലച്ചത്, ഒരുപക്ഷെ താൻ വിശ്വസിച്ചിരുന്ന മറ്റുള്ളവരിൽ നിന്നും അകലാനിടയാക്കിയതും എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പിന്നീട് കേസ് നടത്തിയ നിർണായക നീക്കം ഈ പിണങ്ങിപ്പോയ കെ സുധാകരൻ പാർട്ടിക്കൊപ്പമാണെന്ന് ഉറപ്പിച്ചതിന് ശേഷം
രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുന ഖാർഗെയുമായി ഒരു സൗഹൃദ സന്ദർശനം കൂടിക്കാഴ്ച ഒരുക്കുന്നു. അത് KC വേണുഗോപാലാണ് ആദ്യമായി എക്സിലും FBയിലും പോസ്റ്റ് ചെയ്യുന്നത്. പിന്നീട് രാഹുൽ ഗാന്ധി തന്നെ FBയിൽ പോസ്റ്റ് ചെയ്യുന്നു, കെ സുധാകരനും പോസ്റ്റ് ചെയ്യുന്നു. കെ സുധാകരനെയും കുടുംബത്തെയും മകനെയും സൗരഭിനെയും മരുമകളെയും എല്ലാം രാഹുൽ ഗാന്ധിയുടെ വീട്ടിൽ വെച്ച് കാണുകയാണ്. ഇതോടുകൂടിയാണ് യഥാർത്ഥത്തിൽ അക്ഷരാർത്ഥത്തിലുള്ള നിലപാട് മാറ്റം വരുന്നത്. അപ്പോൾ നിലപാട് മാറ്റത്തിൽ വൈകാരികാംശമുണ്ട്. എന്തുകൊണ്ട് എന്നുള്ള ആഷ്മിയുടെ ചോദ്യത്തിന് ഒന്ന്, തന്നെ ചതിച്ചവർക്ക് തിരിച്ചു പണി കൊടുക്കുക എന്നുള്ള പഴയ കതിരൂർ ഗുരുക്കളുടെ തന്ത്രമാണ്. കെ സുധാകരൻ പഴയ കണ്ണൂരുകാരനാണ്. ആ തന്ത്രമാണ് യഥാർത്ഥത്തിൽ രാഷ്ട്രീയത്തിൽ പയറ്റുന്നത്, അല്ലെ മുഖ്യമന്ത്രി സ്ഥാനത്തിൽ പയറ്റുന്നത് എന്ന് വേണം വിലയിരുത്താൻ. മാത്രവുമല്ല, ഇനിയും പല തന്ത്രങ്ങളുമായി കെ സുധാകരൻ ഇനിയും ഉണ്ടാകുമെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ മല്ലികാർജ്ജുന ഖാർഗെയെ കണ്ടത് അതിൻ്റെ തുടക്കം മാത്രമാണ്. പക്ഷേ എന്നാൽ വരും ദിവസങ്ങളിൽ കൂടുതൽ കാര്യങ്ങൾ, കൂടുതൽ രാഷ്ട്രീയ നീക്കങ്ങൾ KCക്ക് വേണ്ടി കെ സുധാകരൻ നടത്തുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ക്രിസ്റ്റീന, ആഷ്മി. ദീപക് ധർമ്മടമാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകി. ഈ വാർത്ത ആദ്യം ബ്രേക്ക് ചെയ്യുന്ന ദീപക്കായിരുന്നു. ഈ പറയുന്ന പോലെ അന്ന് നമുക്കൊക്കെ ഓർമ്മയുണ്ട്, സീറ്റ് നിർണ്ണയ ചർച്ചയിൽ MP ആയ കെ സുധാകരൻ MLA സീറ്റ് വേണമെന്ന് ആവശ്യപ്പെട്ട് ഡൽഹിയിൽ പോയി തമ്പടിച്ചതും അതിനുവേണ്ടി കരുക്കൾ നീക്കിയതും അത് പരാജയപ്പെട്ടതിന് പിന്നെ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാവണം എന്ന പ്രതികരണം നമ്മൾ കണ്ടു. വനവാസത്തിന് പോവാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം എന്ന മുള്ളുവെച്ച വർത്താനം പറയും നമ്മൾ കണ്ടു. അതിനുശേഷം ഇപ്പോൾ ചെന്നിത്തലയോടൊപ്പമല്ല KCക്കൊപ്പം വന്ന നിലപാട്. നേരത്തെ ദീപക് പറയുന്നത് പോലെ ഏതോ പക വീട്ടാൻ ഇറങ്ങുന്നു കെ സുധാകരൻ. നല്ലതാണോ എന്ന് ബന്ധപ്പെട്ടവർ തന്നെ ആലോചിക്കട്ടെ. അല്ലെ, കതിരൂർ ഗുരുക്കളുടെ രാഷ്ട്രീയമൊക്കെ ഇക്കാലത്ത് അല്ല, അദ്ദേഹത്തിന്റെ അവരുടെ ഇക്കാലത്ത് ഈ രാഷ്ട്രീയത്തിൽ അപ്ലൈ ചെയ്യുന്നത് നല്ലതാണോ? രണ്ട് കാര്യങ്ങൾ എന്റെ എളിയ സംശയമാണ്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് വന്നതിന് ശേഷം പോരെ മുഖ്യമന്ത്രി രണ്ടാമത്തെ ഒരു സജഷൻ, അതായത് ഇപ്പൊ UDF ജയിക്കുകയാണെങ്കിൽ തന്നെ ഇപ്പം RC രമേശ് ചെന്നിത്തല, KC അതുപോലെ തന്നെ VD സതീശൻ 3 പേര്. അപ്പൊ ഇങ്ങനെ 3 പുരുഷന്മാർ തമ്മിൽ ഒരു തർക്കമുള്ളപ്പോ ഒരു വനിതാ മുഖ്യമന്ത്രിയെ കൊണ്ടുവന്നത് സോൾവ് ചെയ്താലോ? നന്നാവില്ലേ? അല്ല, ആരുണ്ടെന്ന് ചോദിച്ചാൽ അവർ കണ്ടുപിടിക്കട്ടെ. UDFൽ എന്തായാലും വനിതകൾ ജയിച്ചു വരികയാണെങ്കിൽ, UDF ജയിക്കുകയാണെങ്കിൽ വൈ നോട്ട് എ വനിത? അതിനിടയ്ക്കൂടെ വളരെ ഗംഭീരമായ ഒരു ഒരാശയം മുന്നോട്ട് പോകുന്നു കൃഷ്ണാചാര്യൻ. എന്തായാലും അത് എന്താ തമാശ ഒന്നുമല്ല, ആലോചിച്ചൂടെ അല്ലേ? തീർച്ചയായിട്ടും. അതാ പിന്നല്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.